ഒരു നിമിഷം നിൻ സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിൽക്കുന്നു. പിതാവേ പിതാവേ, നിൻ പരിപാലന വൈഭവം കാണാൻ നീ എൻ്റെ ഉൾക്കണ്ണു തുറന്നാലും ഒരു നിമിഷം നിൻ സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിൽക്കുന്നു. പിതാവേ പിതാവേ, നിൻ പരിപാലന വൈഭവം കാണാൻ നീ എൻ്റെ ഉൾക്കണ്ണു തുറന്നാലും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നീതിയോടെ അങ്ങത്തിന്റെ മുമ്പിൽ ഞാൻ സന്നിഹിതനാകും. അങ്ങ് മഹത്വം വെളിപ്പെടുത്തപ്പെടുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പ്രിയമുള്ളവർ, നമ്മൾ ഇന്ന് ദിവ്യാഗം അർപ്പിക്കുന്നത് നമ്മൾ വേർപിരിഞ്ഞു പോയ ആന്റണി ബിയാട്രിസ്, സെബാസ്റ്റ്യൻ വിക്ടോറിയ എന്നിവർക്ക് വേണ്ടിയാണ്. കർത്താവായ ആത്മാക്കളെ സ്നേഹത്തോടെ തൻ്റെ സ്നേഹശബ്ദത്തിൽ ചേർത്തണ കനിബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ജോബിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ജോബിയുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. ഇന്ന് തിരുസഭ ജോസഫ് കഫാസോ എന്ന് പറയുന്ന ഒരു വിശുദ്ധനെ 1811 ജനിച്ച് 49 വർഷം ജീവിച്ച ഒരു വിശുദ്ധനാണ്. അദ്ദേഹമാണ് ജോൺ ബോസ്കോ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ ആധ്യാത്മിക പിതാവും അദ്ദേഹത്തിൻ്റെ വൈദികനാകുവാനായിട്ടുള്ള സഹായമെല്ലാം ചെയ്തു കൊടുത്ത വിശുദ്ധനാണ്. ഒരുപാട് കൃപയോടെ ജീവിച്ച ഒരു വിശുദ്ധൻ. ഇറ്റലിയിലെ വൈദികരുടെ ഇടയിലെ പവിഴം എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അത്രയേറെ ജീവിത വിശുദ്ധിയും പ്രത്യേകതകളുമുള്ള വിശുദ്ധനായിരുന്നു എന്ന് അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. ഈ വിശുദ്ധൻ നമ്മുടെ മറ്റെല്ലാ വിശുദ്ധരും നമ്മുടെ കൂടെ ഇവിടെ ആയിരിക്കുന്നു എന്ന് ഓർത്ത് ആ വിശുദ്ധന്മാരുടെ പുണ്യവാന്മാരുടെ ഐക്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നത് പോലെ മാലാഖമാരെല്ലാവരും സന്നിഹിതരായിരിക്കുന്നു. അവരോടൊപ്പം ഈ ബലിയിലേക്ക് പ്രവേശിക്കാൻ നമ്മളുടെ നിരവധിയായ പാപങ്ങൾ ഓർത്ത് മനസ്തപിക്കാം. കർത്താവിനോടും സഹോദരരോടും മാപ്പും കാരുണ്യവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പൊറുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അധപ്പതിച്ച ലോകത്തെ അങ്ങേ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അങ്ങേ വിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്തിൽ ആഹ്ലാദിക്കുവാനിടയാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്
അക്കാലത്ത് അബ്രാമിന് ദർശനത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്. നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ എലിയസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണമെടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവിടുന്ന് അതവന് നീതീകരണമായി കണക്കാക്കി. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചെങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷ്ണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി. അന്ന് കർത്താവ് അബ്രാമിനോട് ഒരു ഉടമ്പടി ചെയ്തു, നിന്റെ സന്താന പരമ്പരയ്ക്ക് ഈ നാട് ഞാൻ തന്നിരിക്കുന്നു. ഈജിപ്ത് നദി മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് വരെയുള്ള സ്ഥലങ്ങൾ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവ് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ പ്രവൃത്തികൾ ജനതയ്ക്കിടയിൽ ഉദ്ഘോഷിക്കുവിൻ. അവിടത്തേക്ക് ഗാനം ആലപിക്കും, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുത്തെ ദാസനായ അബ്രഹാത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ. കർത്താവ് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ.
ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം നൽകാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. കഥാവിൻ്റെ സുവിശേഷം. വാത്സല്യമുള്ളവരെ, അബ്രഹാത്തെ വിളിച്ചിട്ട് കർത്താവ് പറയുന്നു, ഈ കൽപ്പനകളുടെ വഴിയിൽ എൻ്റെ വാക്കുകൾ അനുസരിച്ച് നീ ജീവിച്ചാൽ നീ വലിയൊരു ജനതയായി മാറും. നിന്റെ മക്കൾക്ക് ഈ നാട് ഞാൻ അവകാശമായി കൊടുക്കും. അങ്ങനെ തന്നെ കാലാന്തരത്തിൽ സംഭവിച്ചു. കർത്താവ് അവരോട് പറഞ്ഞിരുന്നു, സീനായി മലയിൽ വെച്ച് ഈ കൽപ്പനകൾ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ മാർഗത്തിൽ ചലിക്കണം, വ്യതിചലിക്കരുത്, അങ്ങനെ പോകണം. അപ്പം അങ്ങനെ അത് വളരെ ശക്തമായിട്ട് അവർ പരിപാലിച്ചു വന്നു അവർ ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അവരെ അജയരായിരുന്നു, ഒന്നിനും അവരെ കീഴടക്കാൻ പറ്റില്ല. മറ്റുള്ളവർ ജനത അവർ വരുന്നത് കണ്ടിട്ട് വെട്ടുക്കിളികൾ പോലെ വരുന്ന ഈ ജനം ഏതെന്നോർത്ത് ഭയപ്പെട്ടു. അവരെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞെട്ടിവിറച്ചു. മൊവാബ്യരൊക്കെ ഒരു പ്രവാചകനെ കൊണ്ടുവന്ന് ഇവരെ ശപിക്കാൻ, അങ്ങനെയെങ്കിലും ശപിച്ചു കഴിയുമ്പോൾ ആ ശാപം ചെന്നിരുന്ന് ഇവർ നശിച്ചു പോകുമല്ലോ. പ്രവാചകനായ ബാലാം പറഞ്ഞു, എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, കർത്താവ് ശപിക്കരുത്, കർത്താവ് അനുഗ്രഹിച്ച ജനമാണിത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അജയരായി വന്ന ഈ മനുഷ്യര് കാലാന്തരത്തിൽ കൽപ്പനകൾ തെറ്റിക്കുന്നതും, എൻ്റെ പ്രിയമുള്ളവരെ, 1500 വർഷങ്ങൾ കൊണ്ട് മുഴുവൻ ദൈവകൽപ്പനയെ ലംഘിച്ച് ഈ നാടിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു, അടിമകളായി. ഈ നാടും നഗരവും ദേവാലയവും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജനതയായി അധപ്പതിച്ചു പോയി. ഫലം ചൂടി നിൽക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിൽ ഗലാത്യരിൽ 5 എഴുതി വച്ചിരിക്കുന്ന ജഡത്തിൻ്റെ ഫലങ്ങളായിരിക്കും. കോപം, അസൂയ, മാത്സര്യം, വിദ്വേഷം, ജഡികാസക്തി, ഇത്യാദി ജഡത്തിൻ്റെ ഫലങ്ങളാൽ നമ്മൾ നിറയും. ദൈവത്തിൻ്റെ വചനത്താൽ നിറഞ്ഞ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്ന സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം, സൗമ്യത, വിശുദ്ധി എല്ലാം നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരട്ടെ. ഫലം ചൂടി നിൽക്കുന്നതാണ് പ്രധാന കാര്യം എന്ന് മറക്കാതിരിക്കാം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, ദൈവമേ, അങ്ങയ്ക്ക് വേണ്ടി ഇനിയും ഫലം പുറപ്പെടുവിക്കാത്ത ഒരു മരമാണ് ഞാനെങ്കിൽ ഇതെൻ്റെ അവസാന അവസരമായി കാണാൻ, അതാ മുന്തിരിത്തോട്ടത്തിൽ നടപ്പെട്ട അത്തിവൃക്ഷം പോലെയാണ് ഞാനെങ്കിൽ. ഒരു വർഷം കൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്, ഒരു കുഞ്ഞു കാലഘട്ടം കൂടെ എനിക്കുണ്ട്. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നിറയട്ടെ. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം സന്നിധിയിൽ സമർപ്പിക്കാം. ഭൗമിക ആവശ്യങ്ങളെല്ലാം കർത്താവ് കാണുന്നു, അറിയുന്നു. കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അവ ചൊരിയപ്പെടും. നമ്മളവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവാനാണ് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവായ ദൈവമേ, ആ വലിയ സത്യത്തിലേക്ക് ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ. അങ്ങേ തേടിയാൽ ബാക്കിയെല്ലാം ഞങ്ങളെ തേടി വരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചാൽ അത് തന്നെ സംഭവിക്കുമല്ലോ. ഞങ്ങളുടെ വാഗ്ദാനങ്ങൾ എല്ലാം പരിപൂർത്തിയാകും ഞങ്ങളിൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. അങ്ങേ തേടുവാനുള്ള വലിയ കൃപ ഈ ബലിയിൽ ഞങ്ങൾക്ക് തരണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. പൂജാവേദിയിൽ പുഷ്പാർച്ചന, പൂജ്യനാം ദേവന് സ്നേഹാർച്ചന. സമ്മോദമോടേഴകൾ ഞങ്ങൾ അർപ്പിച്ചിടുന്നു ജീവാർച്ചന. സമ്മോദമോടേഴകൾ ഞങ്ങൾ അർപ്പിച്ചിടുന്നു ജീവാർച്ചന. പൂജാവേദി പുഷ്പാർച്ചന. തൂവേർപ്പിനപ്പവും ഈ മധുചഷകവും നിന്മാംസരക്തമായി ഭവിച്ചിടട്ടെ. തൂവേൽപ്പിനപ്പവും ഈ മധുചഷകവും നിന്മാംസരക്തമായി ഭവിച്ചിടട്ടെ. ഈ കാഴ്ചദ്രവ്യങ്ങളെല്ലാം
സ്വീകരിച്ചവിടുന്നനുഗ്രഹിക്കൂ. ഈ കാഴ്ചദ്രവ്യങ്ങളെല്ലാം സ്വീകരിച്ചവിടുന്നനുഗ്രഹിക്കൂ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ നാമത്തിന് പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിതത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. കർത്താവേ, അങ്ങിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നതും ചരിക്കുന്നതുമായിരിക്കുന്നതും. അനുദിനം അങ്ങ് ഞങ്ങളെ വാത്സല്യപൂർവ്വം കാത്തു പരിപാലിക്കുന്നു. നിത്യസൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ ഞങ്ങൾക്ക് ധൈര്യമരുളും. ക്രിസ്തുനാഥനെ മരിച്ചവരിൽ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രഥമ ഫലം സ്വീകരിച്ച ഞങ്ങൾക്ക് സ്വർഗീയ പെസഹ നിത്യം കൊണ്ടാടുവാനുള്ള ഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോട് ഒന്നു ചേർന്ന് മഹാപ്രതാപവാനായ അങ്ങയുടെ സ്തുതിഗീതികൾ ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ അങ്ങേ പ്രഘോഷിക്കുന്നു. എന്നാൽ അങ്ങ് മഹോന്നതനും ജ്ഞാനത്തിലും സ്നേഹത്തിലും അങ്ങേ സകല കരവേലകളും രൂപപ്പെടുത്തിയവനുമാണ്. സൃഷ്ടാവായ അങ്ങേക്ക് മാത്രം സേവനമനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ സൃഷ്ടികളെയും നിയന്ത്രിക്കാനായി അങ്ങ് മനുഷ്യനെ അങ്ങേ ഛായയിൽ രൂപപ്പെടുത്തുകയും സർവ്വലോകത്തെയും അവന്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അനുസരണക്കേട് മൂലം അങ്ങയുടെ മൈത്രി അവൻ നഷ്ടപ്പെടുത്തിയിട്ടും അവന്റെ മരണത്തിന്റെ പിടിയിലേക്ക് അങ്ങ് വിട്ടുകൊടുത്തില്ല. പ്രത്യുത അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തുവാനായി എല്ലാവർക്കും കരുണാപൂർവ്വം സഹായഹസ്തം നീട്ടിക്കൊടുത്തു. മാത്രമല്ല, മനുഷ്യകുലവുമായി അങ്ങ് പലവട്ടം ഉടമ്പടി ചെയ്തു. രക്ഷകനെ പ്രതീക്ഷിക്കുവാൻ പ്രവാചകന്മാർ വഴി അവർക്ക് പ്രബോധനം നൽകുവാനും അങ്ങ് തിരുവുള്ളമായി. ഇപ്രകാരം പരിശുദ്ധനായ പിതാവേ, അങ്ങേ ഏകജാതനെ കാലത്തിന് തികവിൽ ഞങ്ങൾക്ക് രക്ഷകനായേക്കാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ശരീരം ധരിച്ച് കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പാമ്പമൊഴികെ എല്ലാറ്റും ഞങ്ങൾക്ക് സദൃശനായി പാവപ്പെട്ടവർക്ക് രക്ഷയുടെയും തടവുകാർക്ക് മോചനത്തിന്റെയും സന്തപ്ത ഹൃദയർക്ക് സന്തോഷത്തിന്റെയും സുവിശേഷമരുളി. അങ്ങയുടെ തിരുവുള്ള നിറവേറ്റുവാൻ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് മരണത്തെ ജയിച്ച് ജീവനെ പുനരുദ്ധരിച്ചു. ഞങ്ങളിനി ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാതിരിക്കാനും ഞങ്ങൾക്കായി മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ക്രിസ്തുനാഥന് വേണ്ടി മാത്രം ജീവിക്കുവാനുമായി പിതാവേ, അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലമെന്നോണം അവിടുത്തെ പക്കൽ നിന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നുവല്ലോ. ഈ ആത്മാവാകട്ടെ ഈ ലോകത്തിൽ അവിടുത്തെ പ്രവൃത്തി മുഴുവനാക്കുകയും എല്ലാ പവിത്രീകരണ കർമ്മവും പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനാൽ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതേ പരിശുദ്ധാത്മാവ് ഈ കാഴ്ചദ്രവ്യങ്ങൾ പവിത്രീകരിക്കുവാൻ കനിയണമേ. അങ്ങനെ നിത്യ ഉടമ്പടിയായി അവിടെ തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ മഹാരഹസ്യം കൊണ്ടാടുന്നതിന് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ.
അതിനാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങ് വഴി അവിടുന്ന് മഹത്വപ്പെടുവാനിരുന്ന സമയം സമാഗതമായപ്പോൾ അവിടുന്ന് തനിക്ക് സ്വന്തമായി ലോകത്തിലുണ്ടായിരുന്നവരെ സ്നേഹിക്കുകയും അവസാനം വരെ സ്നേഹിക്കുകയും ചെയ്തു. അവർ അത്താഴം കഴിക്കവേ അവിടുന്ന് അപ്പമെടുത്ത് ആശീർവദിക്കുകയും മുറിക്കുകയും അവിടുത്തെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും ചെയ്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം മുന്തിരിയുടെ ഫലം നിറഞ്ഞ പാനപാത്രമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ വരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ രക്ഷയുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മരണവും പാതാള സന്ദർശനവും അവിടുത്തെ അവരോഹണവും അനുസ്മരിക്കുന്നു. അവിടുത്തെ ഉത്ഥാനവും അങ്ങേ വലതുഭാഗത്തേക്കുള്ള ആരോഹണവും പ്രഖ്യാപിക്കുകയും അവിടുത്തെ മഹത്വപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേക്ക് സ്വീകാര്യവും ലോകത്തിന് മുക്തിദായകവുമായ ബലിയായി ഈ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവേ, അങ്ങേ സഭയ്ക്ക് വേണ്ടി അങ്ങ് തന്നെ ഒരുക്കിയ പരിശുദ്ധമായ ബലിതൃക്കൺ പാർക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും പങ്കുകാരാകുന്ന സകലരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ ഒരു ശരീരമായി ഒന്നിപ്പിക്കപ്പെട്ട അവർ അങ്ങേ മഹത്വത്തിന്റെ സ്തുതിക്കായി ക്രിസ്തുവിൽ ഒരു സജീവ ബലിയായി പരിണമിക്കട്ടെ. അതിനാൽ കർത്താവേ, ആർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ ഈ ബലി അർപ്പിക്കുന്നുവോ അവരെല്ലാം അങ്ങ് ഇപ്പോൾ ഓർക്കണമേ. വിശേഷ്യ അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനെയും മെത്രാൻ പദവിയിലുള്ള സകലരെയും എല്ലാ വൈദികരെയും ഈ ബലിയർപ്പിക്കുന്നവരെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും അങ്ങേ സമസ്ത ജനത്തെയും ആത്മാർത്ഥ ഹൃദയത്തോടെ അങ്ങേ തേടുന്ന എല്ലാവരെയും സ്മരിക്കണമേ. മാത്രമല്ല ക്രിസ്തുവിൽ സമാധാനം തിര പ്രാപിച്ചവരെയും പരേതരായ സകലരെയും അങ്ങ് ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങ് മാത്രം അറിയുന്നുവല്ലോ. കാരുണ്യവാനായ പിതാവേ, അങ്ങേ രാജ്യത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളേവരെയും ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അങ്ങേ അപ്പോസ്തലന്മാരോടും വിശുദ്ധരോടും ചേർന്ന് സ്വർഗീയ അവകാശം കൈവരിക്കാൻ പ്രാപ്തരാക്കണമേ. അവിടെ പാപത്തിന്റെയും മരണത്തിന്റെയും ജീർണതയിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടികളോടുമൊത്ത് ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ അവിടുന്ന് വഴിയാണല്ലോ അങ്ങ് സകല നന്മകളും ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ,
എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാർ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളിയണമേ. താമിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവാൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ മക്കളിലേക്കും ഇപ്പോൾ തന്നെ അവിടുന്ന് ആത്മീയമായി എഴുന്നള്ളണമേ. ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ അങ്ങിൽ ലയിച്ചിടട്ടെ. യോഗ്യമല്ലൻ ഭവനം നാഥ നിന്നെ എതിരേൽക്കുവാൻ, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഒരു വാക്കരുളിയാലും എന്നെ നീ സുഖമാക്കിയാലും, ഈശോ നീ വന്നാലുമെൻ ഹൃദയത്തിൽ നാഥനായി, സ്നേഹത്തിലൊന്നായി ഞാൻ അങ്ങിൽ ലയിച്ചിടട്ടെ.
നിത്യപുരോഹിതനായ ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസന്മാരായ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെയും മകുടവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലവാനായ കർത്താവേ, എൻ്റെ രാജാവേ, എൻ്റെ ദൈവമേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മേയ്പൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കൂടും അങ്ങയാൾ ധാരയിൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങേ ഭവനത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തത്തോടൊപ്പം ഞങ്ങളുടെ രക്ഷയുടെ ഫലവും വർദ്ധമാനമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. മുഖ്യദേവദൂതനായ വിശുദ്ധ മിഖായേലേ, പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവുമായിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ നശിപ്പിക്കാൻ ലോകമെങ്ങും ചുറ്റി നടക്കുന്ന സാത്താനെ മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയും ചെയ്യണമേ. ആമേൻ. ഇത്രയുള്ള മാതാവേ, കന്യയുടെ രാജ്ഞിയായ മാതാവേ, വിശ്വാസത്തിൽ കാത്തുകൊണ്ട് നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ കേട്ടുള്ളമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.